നിന്നും കൈനീട്ട് മേടിച്ച് തിന്നു കുടിച്ചു, അങ്ങനെ പുള്ളിക്കാരൻ കടപ്പെട്ടു, കടക്കാരനായി എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഈ പെണ്ണുങ്ങൾ കാരണമാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ കടപ്പെട്ടത് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഏത് പാതിരാത്രിയിലും ഈ കുരുപൊട്ടി ഒലിക്കുന്നത് കാരണം പുള്ളിക്കാരൻ ദേ ഇല്ല ആ ഒരു സൊനാൾഡോ ഉണ്ടല്ലോ, ആ ഡൈപ്പർ മേടിക്കാനായിട്ട് പോകണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പാമ്പേഴ്സ് ആണെന്ന്. എന്തായാലും ഒന്നും വായിൽ വരുന്നില്ല. നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ തന്നെ, പറഞ്ഞു വരുമ്പോൾ എല്ലാ സാധനം ഒന്നേ തന്നെ. അപ്പൊ എന്തായാലും ആ ഒരു സാധനം മേടിക്കാനായിട്ട് പുള്ളിക്കാരൻ പോകുമായിരുന്നു വണ്ടി വിളിച്ചുകൊണ്ടുവന്ന്. പിന്നീട് രാവും പകലും അത്രയും പൊട്ടിയൊലിപ്പാണ്. പുള്ളിക്ക് ആ കൊച്ചിനെ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും പാടില്ലെന്നേ. അപ്പോഴൊക്കെ 4 ചുറ്റും പൊട്ടി ഒലിച്ചോണ്ട് ദേ വരും. പിന്നെ ബീറ്റാടി മേടിക്കണം, പഞ്ഞി മേടിക്കണം, ഡൈപ്പറിന്റെ അരി പിന്നെ പറയുകയും വേണ്ട. പിന്നെ അവസാനം പുള്ളിക്കാരൻ വലിയ വലിയ രൂപകൾ കടം മേടിച്ചൊക്കെ ഒരു വിധം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കായിരുന്നു. അതിന്റെ ഇടയിൽ ഈ മൂന്നാമത്തെ ആൾ വന്നു കഴിഞ്ഞപ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കിട്ടുന്ന പൈസ ഒന്നിനും തികയൂലെന്നേ. കാരണം ഡൈപ്പർ മേടിച്ച മാത്രം പോരല്ലോ, പൊട്ടി കളിക്കുമ്പോൾ ഡൈപ്പർ കൊടുക്കാം. ദാഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? മാജിക് മൊമെന്റേ കൂച്ചു. അത് മേടിക്കണമെങ്കിൽ നല്ല കാശ് കൊടുക്കണ്ടേ. അപ്പൊ മാജിക് മൊമെന്റ് ഇല്ലാതെ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല. പുള്ളിക്കാരനാണെങ്കിൽ പട്ടച്ചാരയോ അടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ചുണ്ടുകൂടി കിടന്നോളും. അപ്പൊ ഇവക്ക് മാജിക് മൊമെന്റ് തന്നെ വേണം. ഓരെങ്കിലും വീട്ടിലാണെങ്കിൽ സാധാരണ പതിഞ്ഞ ചെരുപ്പൊന്നും പുള്ളിക്കാരത്തി ഇടത്തില്ലെന്നേ. പുള്ളിക്കാരത്തി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ഹീൽഡ് ചെരുപ്പേ ഇടുള്ളൂ. അപ്പോൾ ഹൈ ഹീൽഡ് ഇല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ജീവിക്കാൻ പറ്റൂല. കട്ടിൽ കയറി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പോലും ആ കാലിൽ ഹൈ ഹീൽഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വസ്ത്രത്തിന്റെ കാര്യം നമുക്കറിയില്ല, പക്ഷെ ഹൈ ഹീൽഡ് കാലിൽ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഈ ഒരു പുള്ളിക്കാരത്തി തന്നെ പല പല വീഡിയോകളിലായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാലോ, എപ്പോൾ എവിടെ നോക്കിയാലും രേണു ചേച്ചി ഇന്ന് എന്താ ധരിച്ചിരിക്കുന്നത്, രേണു ചേച്ചി ഇന്ന് ഇട്ടിരിക്കുന്ന ക്യൂടെക്സ് ഏതാണ്, ഏത് കമ്പനിയുടേതാണ്, രേണു ചേച്ചി ഇന്നലെ രാത്രി കഴിച്ച കറി ഏതാണ്, അങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. പുള്ളിക്കാരൻ കടപ്പെട്ടു എന്ന് പറഞ്ഞ് നാട് നിങ്ങളെ ഇറങ്ങിപ്പോയി കൈ നീട്ടി മേടിച്ച് കള്ളു കുടിച്ച് കടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 പെണ്ണുങ്ങളും കൂടി കാരണം തന്നെയാണ് അദ്ദേഹം കടപ്പെട്ടിട്ടുള്ളത്. ഇതിനൊക്കെ ചില്ലറ തിന്നാൻ കൊടുത്താൽ മതിയോ? ചില്ലറ തീറ്റി കൊടുത്താൽ മതിയോ? പിന്നീട് ഈ ലാസ്റ്റ് വന്ന നമ്മുടെ തമന്നയുടെ കാര്യത്തിലാണ് തീറ്റിയുടെ കാര്യത്തിൽ ഒരു ഇത്തിരിയെങ്കിലും ആ ഒരു പുള്ളിക്കാരനെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് കുരു പൊട്ടുമ്പോഴുള്ള ഡൈപ്പറും ഹൈ ഹീൽഡും മതി, മാജിക് മൊമെന്റും അത് മതി. പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ബീഫിന്റെയും ചിക്കന്റെയും ഒക്കെ ഗ്രേവി മതി. ഗ്രേവി വേണം, പക്ഷേ ഗ്രേവി മതി. നമ്മളൊക്കെ 50 രൂപ മത്തി മേടിച്ചിട്ട് കറി വയ്ക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ബീഫിന്റെയും ചിക്കന്റെയും ഒക്കെ ഗ്രേവി തന്നെ വേണം.